ഗുഡ് മോർണിംഗ്. ഹായ്. ഇന്നലെ സൂപ്പറായിട്ട് കിടന്നുറങ്ങി. എന്ത് സുഖമെന്ന് അറിയും ഇന്നലെ. എന്നാൽ പിന്നെ ഈ കത്തില്ല കേട്ടോ, ഞാൻ കിടന്നു കഴിഞ്ഞാൽ ആളങ്ങനെ മുന്നിലേക്ക് ആക്കും. ഭയങ്കര സുഖമാണ്. എന്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് മുമ്പിൽ കാണണമെന്നില്ലല്ലോ, ഒക്കെ കഴിഞ്ഞു. ഇവിടെ നമുക്ക് നേരെ ഇറങ്ങാം. നമ്മളേ ഇപ്പോൾ കച്ചലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടാവുന്നത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് കച്ചലിക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്ന ടൈമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരോടെ ചോദിക്കുക, എന്താ ചോദിക്കുക എന്നുള്ളതൊരു അറിയാത്ത അവസ്ഥയിൽ നിൽക്കണേ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എത്ര 320 കിലോമീറ്ററാണ്. 300 കിലോമീറ്ററിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ പറയാണ്ട് വെറുതെ പോയിട്ടും കാര്യമില്ല ഇത്ര ദൂരം. ആകെ ഒരു പെട്ട അവസ്ഥയിലാണ്. എന്താ വേണ്ടതെന്നുള്ള ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കണേ. എന്തായാലും ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങാൻ നോക്കാം. ഇനിയിപ്പോൾ സൈക്കിള് പൊന്നോ നല്ല സാധനം എടുത്തു വിചാരിക്കുന്നുണ്ട്. സ്റ്റാൻഡിൻ്റെ സ്പാൻഡർ, ഈ സ്റ്റാൻഡ് കണ്ടില്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോരിയത്. അപ്പോൾ ഇതിൻ്റെ സ്പാൻഡർ എന്തായാലും വാങ്ങേണ്ടി ഒരു നോമുണ്ട്. നമുക്കിനി ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. വേറെ നമ്പൂതിരി വന്നിട്ട് നാസ്തയൊക്കെ കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു നടന്നു. നാസ്ത കഴിക്കാമെന്ന് കഴിഞ്ഞില്ല, നേരെ പോയത്. ഇന്നിപ്പോൾ പാക്കിംഗ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ 6:45 ആകുമ്പോഴേ എനിക്ക് തന്നെ ഇപ്പോൾ അവരോട് പറഞ്ഞിട്ട് പോയതാണ്. അമ്പലം കണ്ടില്ലേ, ഇന്നലെ കാണിച്ചെന്നെ നടന്നു ഞാൻ. ഇതാണ് അമ്പലം. അവരോട് പറഞ്ഞിട്ട് പോവാം. അമ്പലം കണ്ടില്ല, കുറേ ആൾക്കാരിലുണ്ടോ. വളം ഒഴിയാണല്ലോ. സൈക്കിളോടെ ചെണ്ട് പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അവരോട് പോയി പോവാന്ന് പറയാം. नहीं मॉर्निंग चाय नहीं पिया, मॉर्निंग चाय नहीं पिया, मॉर्निंग चाय नहीं पिया. नहीं 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 गाना नहीं. ओके बाय. ये बाइक അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു. അവിടെ സ്വാമിജിയെ പോലത്തെ വേറൊരു ചേച്ചിനെ ചേച്ചിട്ടുണ്ടെന്നാൽ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നടന്നത്. നല്ല ചേച്ചി. നമ്മളോട് എന്തൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. സാധാരണ ചിലർ വെയിറ്റ് ഇട്ടിട്ട് നിൽക്കുകയില്ല. ഈ ആണുങ്ങളേക്ക് ഇവിടെ വന്നപ്പോഴും ഈ ആണുങ്ങൾ പിന്നെ അത് വയസ്സായവരുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതാവും, കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. ഗേറ്റ് തുറക്കാം ആദ്യം വന്നിട്ട്. അങ്ങനെ ഇനി ബാക്കി കാര്യങ്ങൾ കാണാം. ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. രാവിലെ ആയിരുന്നേ ഷോർട്ട് കട്ട് എടുത്ത് ഒരെളുപ്പവഴി കണ്ടിട്ട് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ രാവിലെ കുറച്ച് ദൂരം കാണണമല്ലോ എത്തണത്. ആയിരിക്കും പുറത്തേക്ക് തണവ് കൂടിയിട്ടേ മൂക്കിനൊക്കെ ഇങ്ങനെ ആയോണ്ടിരിക്കുക. എളുപ്പമല്ല. വഴി നോക്കി ഫുള്ള് കാട് ചുറ്റോറം. കാടല്ലേ, ഇപ്പുറ സൈഡിൽ ഇനിയുണ്ട്. അയ്യോ, ചെറിയൊരു കയറ്റാണ്. എന്തൊരു സൗണ്ട്. മോട്ടർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മറ്റേ എഞ്ചില്ലേ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട്. അതെന്തൊരു ഓർമ്മിച്ച അവർക്ക് പാലങ്ങയുണ്ട്. അമ്പോ ഇവിടെ കാണാനില്ലോ. അമ്പമ്പോ കളർഫുൾ കാണാൻ വേണ്ടിയിട്ടത്. അങ്ങനെ കാണുന്നുണ്ടോ? അവിടെ ദിശയില്ല കേട്ടോ. അങ്ങനെയുണ്ട്.
നല്ല സൈഡിൽ അവിടെ നോക്കി. ഇന്നലൊക്കെ എന്ത് ചൂടായിരുന്നു, ഇപ്പൊ എന്ത് തണവാഞ്ചിട്ടാ. ഒരുമാതിരി 8 മണിയാവാറ ഈ സമയം. എന്ത് തണവെന്നാ പറയപ്പോ. ശ്വാസം വലിക്കുമ്പോഴൊക്കെ ശരിക്കും അറിയില്ല. നോക്കി ഇന്നലെ കണ്ട മഞ്ഞപ്പൂക്കളും എന്തിൻ്റെ രസമല്ലേ. ഹായ് തണവുള്ളാരനെ ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഫുള്ള് ഇങ്ങനത്തെ റോഡാന്നാ പറഞ്ഞേ, ഫുള്ള് ഈ അറ്റമില്ലാത്ത പോലത്തെ റോഡാണ്. നമ്മളിപ്പോൾ ഈ വന്ന് ഈ പുഴയുടെ സൈഡിൽ കൂടില്ലേ, ഇതിൽ കൂടെ കണ്ട എന്തിട്ട് വിഷയം നോക്കി ഇവിടെ പ്രധാനമായിട്ടില്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പുഴ തന്നെയാണെന്നറിയില്ല, ഒരു ഡാം പോലെയൊക്കെ കാണാണ്ട് അവിടെ കണ്ട. ഇതിന് മോട്ടറിൽ വെള്ളം അടിക്കണ ഒരു അപ്പുറത്തെ കൃഷി സ്ഥലത്തേക്ക് കണ്ടാ. അവിടെ വരുമ്പോഴേക്കും എല്ലായിടത്തും ഉണ്ട്. അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ കാർ നിർത്തിയിട്ടാണ് അവിടെ. ഇവരൊക്കെ എന്താ പരിപാടി നോക്കിയ പഴയ എഞ്ചിൻ മോട്ടർ അടിക്കണ സാധനമില്ലേ, കറണ്ട് മോട്ടറൊന്നുമല്ല. അങ്ങനെ ഒരു വെറൈറ്റി കാഴ്ച കണ്ട. ഈ ചെറിയ ചെറിയ കിളികളെ കണ്ട, അവർ പാലത്തിനടിയിൽ ഫുള്ള് കൂട് കൂട്ടി കൊടുക്കുക. നോക്കിട്ടാ എൻ്റെ കയ്യിൽ വലിയ മറ്റേ 360 ഇതുണ്ട്, സ്റ്റിക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എടുത്ത് കാണിച്ചു തരാം. അത് നോക്ക് ജാതി രസമുണ്ട് ഫുള്ള്. ആ പാലത്തിനടിയിൽ മൊത്തം കണ്ട. കാണുന്നുണ്ടോയെന്നറിയില്ല, എനിക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. പാലത്തിനടിയിൽ മൊത്തം ഫുള്ള് ഇതാ. ഇവിടെ നോക്കട്ടെ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നിറഞ്ഞ ഒരു മിനിറ്റ് സെൽഫി സ്റ്റിക്കിൻ്റെ സ്റ്റാൻഡ് ഒന്ന് നോക്കട്ടെ. ഞാനേ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഒരു പാലത്തിനടിയിൽ നിറച്ച് കിളിയുള്ള കൂട് നോക്കി നോക്കൂ കേട്ടോ. കാണാണ്ടോ എനിക്കറിയില്ല. എങ്ങനെയുണ്ട് കണ്ടത്? എനിക്ക് കാണാണ്ടോന്ന് അറിയില്ല, ഞാൻ നോക്കി നോക്കട്ടെ എന്തായാലും. പെടപ്പൻ കാഴ്ച കഴിഞ്ഞ് കണ്ട. ബാക്കിൻ്റെ വ്യൂ ഒക്കെ നോക്കി പെടപ്പന ഫ്രണ്ടിൽ കണ്ട. അത് ഡാം പോലെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഫുള്ള് അറ്റം വരെ പോകണം. ഈ കാണുന്നത് എന്തൊരു സാധനം എന്ന് പറയുന്നു, കുറേ സ്ഥലത്താണ് ഇത് കാണുന്നത്. ചേമ്പിൻ്റെ ഇല പോലത്തെ എന്തോ സാധനിക്കുന്നത്. ഇതും ഇപ്പോൾ ഇത്ര നേരം ചേമ്പിൻ്റെ ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. ഇപ്പോൾ ഒരു പൂ പോലെ സാധനം കാണുന്നുണ്ട്. മറ്റേ ഗുജറാത്തിൽ മറ്റേ തേപ്പിലാന്ന് പറഞ്ഞ സാധനം കിട്ടും, ചേമ്പിൻ്റെ ഇല. അതാണോ അറിയില്ല കേട്ടോ എന്ത് സാധനം. അല്ലാത്തിൻ്റെ ഉള്ളിൽ നട്ടപ്പറവിലത്ത് ഓരോരുത്തർ പണിയെടുക്കേണ്ടിട്ട് കണ്ടോ. അവിടെ ആൾക്കാരുണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ എന്തിട്ടാണോ ഇവിടെ ഒന്നും കാണാനില്ല. ഒരു ഫാക്ടറി ഉണ്ട്. ഇവിടുന്ന് എത്ര 1.3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈവേ. ഹൈവേ എത്താൻ നോക്കാം വേഗം. അങ്ങനെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ളോ. എന്ത് വെയിലെന്ന് പറയും, 3 മണി ഇപ്പോഴും ചൂട് പോയിട്ടില്ല. ഗംഭീര ചൂടാ. കുഴപ്പമില്ല. പെട്രോളും വേണ്ടോ, HP പെട്രോൾ. ഇവിടെ വന്നിട്ടൊരു മരം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കട്ടിലെടുക്കാൻ കിടന്നു. അപ്പോൾ ആളോട് പറഞ്ഞു ഇവിടെ കിടക്കട്ടെ ചോദിച്ചു. പറഞ്ഞു ആൾ ഇവിടെ കിടന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ടിലെന്തായാലും വെറുതെ എടുക്കല്ലേ. അപ്പം ഞാൻ ചോദിച്ചു കട്ടിലെടുക്കട്ടെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു കട്ടിലെടുത്ത് വന്നു. അങ്ങനെ ഇവിടെ കിടന്നു ഇത്ര നേരം. ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ളിൽ കൊണ്ടുവച്ചു. പവർ ബാങ്കിൽ ചാർജ് കളയണ്ടല്ലോ വിചാരിച്ചു. ചാർജ് ചെയ്യാൻ കൊണ്ടുവച്ചിട്ട് നോക്കുമ്പോൾ ഇത്ര നേരമായിട്ട് ചാർജ് കയറിയിട്ടില്ല. കേബിളിനൊക്കെ എന്താ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് പോവാൻ നോക്കുക, നേരമായി. അങ്ങനെ ഇപ്പോൾ അടുത്തത് വഴിയെ കാണാൻ പോകേണ്ട കാര്യം എളുപ്പമല്ല. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടെന്ന് പറഞ്ഞാൽ. എന്ത് ചൂടെന്ന് പറയുക, എടുക്കാൻ വരെ പറ്റുന്നില്ലേ, കാറ്റും ഇല്ല, ചൂടെടുത്തിട്ട്. അങ്ങനെ ഇപ്പം എന്തായാലും ഇനി ഇവിടുന്ന് പോവാം. റോഡ് നോക്കിയേ എത്ര നേരമായി പറയുക. അവിടുന്ന് ഒറ്റല്ല, ഇവിടുന്ന് ഒറ്റല്ല. ഒരു പൊട്ടനായ പോലെ ഇങ്ങനെ ചവിട്ടുക. ഒന്നുമില്ല, കടകളും ഇല്ല, ഒരു മണ്ണാകട്ടിയില്ല ഇതില്. ഏയ് അവിടെ നോക്കിയേ ഫുൾ പാടം നടക്കുന്ന ആള് കൂടിയിട്ടിരിക്കണ. ഓയ് കേരള കേരള കേരള
നെയ് ഇയാൾ എന്തൊക്കെയാ പറയണ്ടേ പോട്ടെ. അയാളിരിക്കണ ആ വീടും കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹായ് അയക്കിതാ. അപ്പോൾ ഇയാള് വേറെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഇതാ ഞാൻ മനസ്സിലാവുന്നില്ല. അത് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഫുള്ള് പ്രശ്നമാണ്. മാറ്റം തൊട്ടിട്ട് റോഡൊന്നുമില്ല, റോഡ് തിളങ്ങ് മറ്റേ വെയിലടിച്ചിട്ട്. ഇവിടെ നോക്കി മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ മണി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാധനം കൊണ്ടിത്. അതിൻ്റെ അപ്പുറത്തുള്ളത് വേറെന്താ സാധനം. പക്ഷേ ഭയങ്കര സൈഡില്ല. നോക്കിയേ ചോറ ഫുള്ള് കൃഷി. ഇവിടെ നോക്കി ആറ്റത്ത് നോക്കി തുടങ്ങണം. നോക്കി ഒരു റോഡാണ് ചെയ്യുന്നത്. നേരെ നോക്കി വണ്ടി ഓടിക്കാനേ തോന്നില്ല. നേരെ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇഞ്ഞത്തെ ചവിട്ടറ വിചാരിക്കും. അപ്പം നേരെ ഇങ്ങനെ തൊപ്പിയാണ് താത്തി പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ചവിട്ടുക. അതൊന്നും നേരെ കാണില്ല. എൻ്റെ ഇടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഇടിക്കും. അമ്മോ, സമയം 3:52. ഇനി റാനാകച്ചിലേക്ക് 256 കിലോമീറ്റർ ഉണ്ട്. റാനാകച്ചിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഇവിടുന്ന് പോണ വഴിക്ക് എന്നിട്ടാ വേറെ എന്തൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു നടന്നത്. ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പേര് വായിൽ വരുന്നില്ല. അങ്ങനെ വണ്ടിയോടുണ്ട്. പിന്നെ അവിടെ അതാണ് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് കയറ്റി വിടുക. എന്ത് രസത്തല്ല കൃഷി നോക്കി അവിടെ. ഹായ് ഫുള്ള് ഒരു 5 മണി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി രസമുണ്ടാവും. ഇപ്പോൾ ചൂടുള്ള കാരണം ചൂട്ടത്ത് അത്ര രസമില്ല. അതിന് കുഴപ്പമില്ല, അങ്ങനെ പോവല്ലേ ഉണ്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. വീഡിയോ അതിനകത്തേക്ക് ഇവിടെ വന്നപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് ഫുഡ് വന്നോ, ഫുഡ് കാണിച്ചു തരാം. ഓക്കെ, അമ്പലത്തേക്ക് വന്നോ. ഇവിടെ ഇവിടുന്ന് ഇറങ്ങും. ഇവിടെ ഉള്ളവർക്കൊക്കെ നാണം കൂട്ടില്ല കുറച്ച്. ഇവിടുന്ന് ഇറങ്ങാമല്ലേ. എന്തല്ലേക്കാ ബൈ ബൈ. भैया कहाँ से हो आप? केरला। केरला कहाँ अभी? कच्छ। कच्छ कहाँ जाने का? कच्छ में? कच्छ में नहीं। साइकिल में हैं? कैसे निकल पड़े? हाँ। और कहाँ जाने का? कच्छ में। ऑल इंडिया ट्रैवल करने का। अच्छा, क्या लेके? साइकिल में। साइकिल। अच्छा, साइकिल ट्रैवलिंग। ओके बाय. ഇവിടെ അമ്പലത്തേക്ക് പോകുമ്പോൾ കണ്ടത്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞാനത് വിശന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി നോക്കിയത്. ഇവിടെ ഇതാണ് അമ്പലമൊക്കെ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. സൈക്കിളൊന്നും പോയിട്ടില്ല, ആരും ഭാഗ്യമുണ്ട്. അവിടെ കാശ് കൊടുത്തിട്ട് അതൊന്നും വാങ്ങണ്ട. അപ്പോൾ ഇവിടുന്ന് പോവാം. കച്ചിലേക്ക് പോകണ വഴിക്ക് രത്നാപൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം എത്തിയിട്ടാണ്. അങ്ങനെ എത്തിയപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു മലയാളി കട കണ്ടിട്ടുണ്ടായിരുന്നു, മദ്രാസ് ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് രാജുഭായി എന്നാണെന്ന് പേര് പറഞ്ഞ കൊല്ലംകാരനാണ്. അപ്പോൾ ആളെ കാലത്തെ കണ്ടത്. അപ്പോൾ ആള് പറഞ്ഞു, നീ വൈകുന്നേരം ഇവിടെ രത്നാപൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മദ്രാസ് ടയേഴ്സ് എന്ന് പറഞ്ഞുള്ള വേറൊരു സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആള് മലയാളിയാണ്, ആൾ ഒറ്റയ്ക്കാണ്, നീ അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റേ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എത്തുമെന്ന് വിചാരിച്ചല്ല, സാധാരണ പോണേക്കാട്ടിലൊരു 30 കിലോമീറ്റർ കൂടി പോകണം കൂടുതൽ. അങ്ങനെ ഞാൻ എത്തുമില്ലെന്ന് അറിയില്ല. അങ്ങനെ നല്ല സൂപ്പർ റോഡാണ്, ഹൈവേ നല്ല അത്രയും ക്ലീൻ റോഡാണ്. അങ്ങനെ പക്ഷേ പെട്ടെന്ന് ഇവിടെ എത്തി. ഞാൻ 4:45-5 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി. അപ്പോൾ പിന്നെ നേരെ ഇവിടെ എത്തിയിട്ട് ഞാൻ വെറുതെ ചോദിച്ചപ്പോഴേക്കും ഇയാളോട് എല്ലാവർക്കും അറിയാം, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ചേട്ടനെ. ആളോട് കാര്യം പറഞ്ഞു. ഇങ്ങനെ ആൾ പറഞ്ഞു ഇവിടേക്കെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ നേരെ പറഞ്ഞു മോളിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. മുകളിൽ റൂമുണ്ട് പറഞ്ഞു. അങ്ങനെ മോളിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ആളതിപ്പോൾ പുറത്തേക്ക് കൊടുക്കുക. ഞാൻ ആളെ കട കാണിച്ചു തരാം ഇവിടെ ഉള്ളത്. നാളെ കട മദ്രാസ് ടയേഴ്സ് വർക്കുന്നുണ്ട്. 2 ഷട്ടർ ആളുടെ തന്നെയാണ്. നേരെ സൈക്കിൾ നേരെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കയറ്റി വെച്ചു. അങ്ങനെ നേരെ ടയറോടെ ഉള്ളിൽ വന്നിട്ട് സൈക്കിളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോകുന്നു. സൈക്കിളൊക്കെ സെറ്റാക്കി സെറ്റായി. നേരെ റൂം കാണിച്ചാൽ മുകളിൽ പോയിട്ട് പിന്നെ നേരെ മുകളിൽ തന്നെയാണുള്ള റൂം വരുന്നത്.
റൂം കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കോണിയൊക്കെ കയറാണ്ട്, ഈ കോണി മൊത്തം കയറണം. ഇത് മൊത്തം ആളുടെ സ്ഥലമാണിത്. ആളുടെ വീടിന് മുകളിൽ ഇത് നല്ലൊരു സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ നേരെ ഹൈവേ കേട്ടോ. ഹൈവേ തൊട്ടപ്പുറത്ത് തന്നെ. ആള് 10-25 കൊല്ലം കൊണ്ട് അതിനെന്ന് പറഞ്ഞവിടെ വന്നിട്ട് ആ പലക നീക്കാൻ പറ്റും. ഞാൻ പിന്നെ നീക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് മടിക്കാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒക്കെ സെറ്റായി. ബാത്റൂമുണ്ട്. ആളൊറ്റയ്ക്കാ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആളെ മക്കളെയൊക്കെ വരാറുണ്ട് പറഞ്ഞു. മക്കൾ വരച്ചിട്ടുള്ളതുകൊണ്ട് ഫോട്ടോസ്. ഇതാണ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ചേട്ടൻ. ആളുടെ വൈഫ് കുട്ടികൾ വരുമ്പോൾ വരച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാളുടെ അടുക്കള. ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ. പിന്നെ ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി സെറ്റായി. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ, ഇനി ഫുഡ് കഴിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആൾ പറയും ടിക്കുന്ന പറഞ്ഞേ. അങ്ങനെ സിദ്ധാർത്ഥേട്ടൻ്റെ വക വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ സിദ്ധാർത്ഥേട്ടൻ്റെ വക ഒന്ന് ഫുഡ്. ഇതെന്താ അറിയത്? അത് ഞാൻ മേടിച്ച കറിയാ. ഈ മുട്ടത്തോരൻ. ആ, മുട്ടത്തോരൻ, പൊറോട്ട, ചപ്പാത്തി, സബോള, സെറ്റായി ഫുഡൊക്കെ. ഫുഡ് കഴിച്ചിട്ട് വരാം. കഴിക്കും. നാളെ ഒരു ദിവസം ഇവിടെ നിൽക്കാന്നുണ്ട. ചോറ് മേടിച്ച് മീനൊക്കെ മേടിച്ച് കറി വെച്ച് തരാം. ഇനി നിക്കണില്ല നിന്ന് കഴിഞ്ഞാൽ നിക്കലിന് ഇതെന്താ വെച്ചാലേ ഞാൻ പോണത്തൊക്കെ എല്ലാം നിൽക്കാൻ പറയും. എല്ലായിടത്തും നിന്ന് സമയം പോകും. മീൻ കിട്ടും, പങ്കട കിട്ടും. ഇതെന്താ സാധനം? മിക്സർ പോലത്തെ മാഗി. അത് ഈ ടൊമാറ്റോ സേവ്. പൊറോട്ട വേണോ? വേണ്ടോ? അതിലുണ്ട്. കഴിക്കി. ഇവിടെ എപ്പോഴും പുറമെ രാത്രി ഭക്ഷണം പുറമെ തന്നെ. രാത്രി ഭക്ഷണം പുറമെ. രാത്രി റൊട്ടിയും കറി. റൊട്ടി നമ്മുടെ ചപ്പാത്തി എന്ന് പറയുന്നത് റൊട്ടി. ഇങ്ങോട്ട് കൊണ്ടു തരുമോ? ഞാൻ മേടിച്ചോണ്ട് വരും. ഇവിടെ അടുത്ത് തന്നെയാള്. അപ്പൊ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. അവിടുത്തെ ഓണായി എടുക്കൂല ഓപ്പൺ. അപ്പോൾ എലിങ്ങോട്ട് വരുമോ? അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നല്ലേ?